ക്ലിഫ് ഹൗസിൽ ഉറക്കം നഷ്ടപ്പെട്ട് ചിലർ നെട്ടോട്ടം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു രാത്രിയിൽ ക്ലിഫ് ഹൗസിൽ തിരക്കിട്ട ചർച്ചകൾ നടന്നുവെന്നാണ് വിവരങ്ങൾ. കമ്പനികളുമായി ബന്ധപ്പെട്ട ഗുരുതര തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് SFIO. ഈ കേസിൽ അന്വേഷണം തടയാനുള്ള നിയമപരമായ നടപടികളും മുഖ്യമന്ത്രി ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരങ്ങൾ. സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകരിൽ നിന്നും അഭിപ്രായം തേടിയാകും തീരുമാനം. തന്റെ കുടുംബത്തെ അഴിക്കുള്ളിലാക്കാനാണ് അന്വേഷണം എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി. അപ്പോൾ ഭയം തുടങ്ങിയിട്ടുണ്ട് പിണറായി വിജയന്. കമ്പനിയുടെ ദുരൂഹമായ ഇടപാടുകളുടെ അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിൽ വിപുലമായ അധികാരങ്ങളോടെ പ്രവർത്തിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറുമ്പോൾ വീണയ്ക്കും പിണറായിക്കും ഭയക്കാൻ ചിലതൊക്കെ ഉണ്ട്. വിശ്വസ്തരുമായ എല്ലാം മുഖ്യമന്ത്രി ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതു സാഹചര്യത്തെയും നേരിടാൻ പ്രത്യേക സംവിധാനം ഒരുക്കാനാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വലിയ പ്രതിസന്ധിയെ നേരിട്ടിരുന്നു. അതിവിശ്വസ്തനായ CM രവീന്ദ്രനെ രക്ഷിച്ചെടുക്കാൻ പ്രത്യേക സംവിധാനവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് രവീന്ദ്രൻ കേസുകളിൽ പ്രതിയാകാതെ രക്ഷപ്പെട്ടത്. ഇതിന് സമാനമായ സംവിധാനങ്ങൾ ഈ കേസിലും എടുക്കും. വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് കിട്ടിയാലും എല്ലാ വശവും ആലോചിച്ച് മാത്രമേ ഹാജരാകുന്നതിൽ തീരുമാനമെടുക്കൂ. സ്പെഷ്യൽ ക്രൈസിസ് ടീമിനെ എല്ലാ കാര്യങ്ങളും നോക്കാൻ മുഖ്യമന്ത്രി നിയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതൊന്നും ആയിരുന്നില്ല മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. എനിക്ക് ഭയക്കാനൊന്നുമില്ല, ഈ കൈകൾ ശുദ്ധമാണ്. മകൾ അവളുടെ അമ്മയുടെ പെൻഷൻ തുക കൊണ്ടാണ് കമ്പനി തുടങ്ങിയത്. ആർക്കാണതിൽ ഇത്ര പ്രശ്നമെന്നായിരുന്നു മുഖ്യമന്ത്രി സഭയിൽ കത്തിക്കയറിയത്. എന്നാൽ തള്ളിമറിച്ച് നാവ് വായിലേക്കിട്ടില്ല. അതിനു മുൻപ് പണി കിട്ടി. ക്ലിഫ് ഹൗസിൽ ചർച്ചകൾ കൊഴുക്കുകയാണ്. വീണയ്ക്ക് നേരെ ഉയർന്ന ആരോപണത്തിൽ നിന്നും കേസിൽ നിന്നും എങ്ങനെ മകളെ ഊരിയെടുക്കാം എന്നുള്ളതാണ് ചർച്ച. വീണ്ടും കേന്ദ്രത്തിന്റെ കാല് പിടിക്കുക എന്നത് മാത്രമാണ് പോംവഴി. അതായത് മകളെ ചോദ്യം ചെയ്യലിന് പോലും വിട്ടുകൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറല്ല. അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് വീണയെ വിട്ടുകൊടുക്കാതിരിക്കാനായിരിക്കും മുഖ്യമന്ത്രി വഴികൾ തേടുക. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJP സർക്കാർ വജ്രായുധം തന്നെയാണ് പുറത്തെടുത്തിരിക്കുന്നത്. പിണറായിക്ക് പൊള്ളണമെങ്കിൽ മകളെ തൊടണം. അതാണ് കേന്ദ്രം പയറ്റുന്നത്. അല്ലാതെ വീണയെ പിടിച്ച് ജയിലിൽ ഇടാനുള്ള തീരുമാനമൊന്നുമല്ല. മറിച്ച് വീണയെ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 2 സീറ്റ് ഒപ്പിക്കാനുള്ള BJP കളിയാണിത്. അതിന്റെ ഭാഗമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനെ ഇറക്കിയിരിക്കുന്നതും. എക്സാലോജിക്കിനെതിരായ സാമ്പത്തിക അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. കോർപ്പറേറ്റ് മന്ത്രാലയമാണ് കേസ് SFIOയ്ക്ക് കൈമാറിയത്. ഇത് സംബന്ധിച്ച ഉത്തരവ് ബുധനാഴ്ച വൈകിട്ടോടെ പുറത്തിറങ്ങി. മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയെന്നതടക്കമുള്ള കാര്യങ്ങൾ SFIO അന്വേഷിക്കും. വലിയ സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കുന്നതാണ് SFIOയ്ക്ക് സാധാരണഗതിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയം നൽകാറുള്ളത്. ഇതിലൂടെ മുഖ്യമന്ത്രിയുടെ മകൾ കൂടുതൽ കുരുക്കിലേക്കാണ് നീങ്ങുന്നതെന്ന് സൂചനകൾ. വീണയെ ക്ലിഫ് ഹൗസിലെത്തി ചോദ്യം ചെയ്യാനും സാധ്യതയേറെയാണ്.